ബ്ലൂ വാലിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പോകുന്നത് കൂനിച്ചിമല കൊണ്ടകെട്ടിമലയിലാണ്. തെക്കൻ കുരിശിമല പോകുന്ന അതേ വഴി തന്നെയാണ്. കുറച്ച് തെക്കൻ കുരിശിമലയിലോട്ട് കയറുന്ന വഴിക്ക് ഇനി ഒരു ബോർഡ് കാണാം, മൗണ്ട് കാർമൽ ഇക്കോ പിൽഗ്രിം ടൂറിസം സെൻറ്റർ. ഇതുവഴിയാണ് കയറി പോകേണ്ടത്. ഇതൊരു ഓഫ് റോഡാണ്. ഓഫ് റോഡ് ബൈക്കൊക്കെ കയറി പോകും, മറ്റ് വാഹനമൊന്നും കയറി പോകത്തില്ല. ഇതുവഴി കുറച്ച് പോയതിന് ശേഷമാണ് നമ്മൾ ഈ മലയിലേക്ക് പോകുന്നത്. നമ്മളങ്ങനെ മല കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഈ സ്ഥലങ്ങളെ കണ്ടു കഴിഞ്ഞാൽ ഉരുൾപൊട്ടുന്ന സ്ഥലം പോലെയാണ് തോന്നുന്നത്. കാരണം ഇതുപോലെയുള്ളൊരു കല്ലുകളാണ് ഇളകി കിടക്കുന്നത്. കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ചെറിയൊരു പേടിയൊക്കെ തോന്നുന്നുണ്ട്. കാരണം കല്ലുകളെല്ലാം ഞാൻ ഇളവി തെറിച്ച് കിടക്കുക. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അതിശക്തമായ മഴയായിരുന്നു ഇവിടെ. ഇത് ഉരുൾപൊട്ടി വരുന്നതാണോ സാധാരണ എപ്പോഴും ഇങ്ങനെയാണോ എന്നൊന്നും നമുക്കറിയില്ല. എന്തായാലും നമ്മൾ കയറാൻ തന്നെ തീരുമാനിച്ചു. മുമ്പോട്ട് തന്നെ യാത്ര. അങ്ങനെ നമ്മൾ കയറിയ ഒരു പടുതിയായി. എൻ്റെ ബാക്കിൽ കാണുന്നത് ചിറ്റാ ഡാമാണ്. നമ്മൾ കുരിശ് മല കയറിയപ്പോഴും വില്ലുകുന്ന് മല കയറിയപ്പോഴും കാണുന്ന അതേ ഡാമിൻ്റെ മറ്റൊരു വശത്തു നിന്നുള്ളൊരു വ്യൂ. ഇപ്പം നിൽക്കുന്നത് ലോവർ കൂനിച്ചിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. കുറേ പുല്ലും താഴെ കുറേ കവുങ്ങും മരമൊക്കെ ഉണ്ടായിരുന്നു. അമ്മ അതിൻ്റെ ഒന്നും വിഷ്വൽ എടുത്തില്ല. കാരണം നമുക്ക് ഇത് കൃത്യമായിട്ട് അറിയത്തില്ല ഇവിടുത്തെ ഈ മലയുടെ രീതികളൊന്നും. പ്രത്യേകിച്ച് വഴികളൊന്നും ഇല്ല, പറഞ്ഞതിന് ആളുമില്ല, ഇവിടെയൊന്നും ആരെയും കാണാനുമില്ല. നമുക്ക് കൊണ്ടകെട്ടി പോകണമെന്നാണ് ആഗ്രഹം. പക്ഷേ അത് കൊണ്ടകെട്ടി പോക്ക് നടക്കുമെന്നറിയില്ല. ഇവിടെ പ്രത്യേകിച്ചൊരു വഴിയൊന്നും ഇല്ലാത്തതുകൊണ്ടും ഇവിടുത്തെ ആർക്കും പോലും ഇവിടുത്തെ സ്ഥലത്തെക്കുറിച്ച് യാതൊരു പരിചയവുമില്ല. ഇവിടുത്തെ ആൾക്കാർക്ക് പരിചയമില്ലെന്ന് പറയാൻ വളരെ ചുരുക്കം ആൾക്കാർക്ക് ഇവിടെ പരിചയമുള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത് ഇവിടെ വരുമ്പോൾ ഇവിടുത്തെ അറിയാവുന്ന ഒരാളിനെ കൂട്ടണമെന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ പെട്ടുപോകും. എന്തായാലും നമ്മൾ നടന്ന് കടന്ന് ലോവർ കൂനിശ്ശേരി എത്തിയിട്ടുണ്ട്. നമ്മൾ താഴ്വാരത്തുനിന്ന് കയറി ചെല്ലുമ്പോൾ കാണുന്നത് ശരിക്കും ഇതാണ് കൊണ്ടകെട്ടിമല. നമ്മൾ ഇവിടെ പോകാൻ വേണ്ടിയാണ് നമ്മൾ വന്നത്. പക്ഷേ നമുക്ക് ഇവിടെ വന്നതിന് ശേഷമാണ് മനസ്സിലായത് ഈ മലനിരകളിൽ കൂടെയൊന്നും കൊണ്ടകെട്ടി പോകാൻ കഴിയില്ല എന്ന്. കാരണം നമ്മൾ കയറി ചെല്ലുന്നത് ലോവർ കൂനിച്ചിയാണ് ഇപ്പം നിൽക്കുന്നത്. മാത്രമല്ല ഇവിടെ ഭയങ്കര കാറ്റുമായിരുന്നു. അതുകൊണ്ട് നമ്മൾ റെക്കോർഡ് ചെയ്താണ് ഇപ്പം നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. കാരണം കേൾക്കത്തുമില്ല, വോയിസ് റെക്കോർഡ് ആവുന്നില്ല, അത്ര കാറ്റാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. നമ്മളെ ഷർട്ടൊക്കെ ഇങ്ങനെ പളവള അടിക്കുന്നത് കണ്ടില്ലേ, അത്ര കാറ്റാണ്. എൻ്റെ മോനാണെങ്കിൽ പിറകെ നിന്ന് ഒരു കമ്പെടുത്ത് ഉയർത്തിയിടുകയാണ്. കാരണം അതുപോലും കാറ്റടിച്ചങ്ങ് മറിക്കുന്നത്. നമ്മളെപ്പോലെ എടുത്തെറിയത്തക്ക രീതിയിലാണ് കാറ്റ്. അത്ര കാറ്റാണ്. ഇവിടുത്തെ സൗന്ദര്യമാണെങ്കിൽ ഒന്നും പറഞ്ഞറിയിക്കാൻ മേത്ത സൗന്ദര്യം. പക്ഷേ ഇവിടെ നിന്ന് കാണുമ്പോൾ ആ കൊണ്ടകെട്ടിയ ഒരു സൗന്ദര്യം എന്തായാലും പറഞ്ഞറിയിക്കാൻ മേത്ത ഒരു വിസ്മയം തന്നെയാണ്. കാരണം അത്ര തലയെടുപ്പോടുകൂടിയാണ് ഈ കൊണ്ടകെട്ടി മലയിൽ ഞാൻ നിൽക്കുന്നത്. നമ്മൾക്ക് കൊണ്ടകെട്ടിയെന്ന് ഇവിടെ നിന്ന് പോകാൻ കഴിയില്ല. നമ്മളെ പുറകെ കാണുന്നത് അപ്പർ കൂനിച്ചിയാണ്. ഇവിടെ നിന്ന് കാണുന്ന ഈ കൊണ്ടകെട്ടിയ മലനിരകളെ ഒരു ഭംഗി എന്തായാലും വർണ്ണിച്ചറിയിക്കാൻ വയ്യ. ഇതിൽ ഈ മരങ്ങളെ കണ്ടില്ലേ, അത്രയ്ക്ക് കാറ്റ് കൊണ്ട് എടുത്ത് മറിക്കുകയാണ്. കാറ്റ് കൊണ്ട് നമ്മളെ പുറത്ത് വന്ന് അടിക്കുകയാണ്. കാരണം നമുക്ക് അവിടെ നിന്ന് വീഡിയോ എടുക്കാൻ പറ്റാത്ത അത്ര കാറ്റാണ് കേട്ടോ ഇവിടുത്തെ ഈ കാറ്റ്. ഇവിടുത്തെ ഈ മലനിരകളിൽ പൊതുവെ പറയുന്ന ഒരു പേരാണ് വരമ്പതി മല. അത് ലോവർ കൂനിച്ചി, അപ്പർ കൂനിച്ചി, വരമ്പതി മല, ഏണിപ്പാറ മല, മറുവശത്ത് വില്ലൂന്ന് മല, കാളിമല. ശരിക്കും ഈ മലകളെയാണ് വരമ്പതി മലനിരകൾ എന്ന് പറയുന്നത്. ഇവരുടെയൊക്കെ റാണിയാണ് യഥാർത്ഥത്തിൽ ഈ കൊണ്ടകെട്ടി മല എന്ന് പറയുന്നത്. എന്തായാലും ഈ കാഴ്ച ഒന്ന് കണ്ടു നോക്ക്. നമ്മൾ പിന്നും കയറി അപ്പർ കൂനിച്ചിയിലെത്തി. ഇതാണ് അപ്പർ കൂനിച്ചി. നമ്മൾ കയറി വന്നത് ലോവർ കൂനിച്ചിയാണ്. അതുപോലെ നമ്മൾ പിറകിലുള്ള മല കൊണ്ടകെട്ടി മല. അത് നേരത്തെ പറഞ്ഞു. കൊണ്ടകെട്ടിയൊരു കാര്യം പറയുകയാണെങ്കിൽ ഈ മല ഇവിടെ ഒരുപാട് നിരകളാണ്. മലനിരകളിലെ റാണിയാണ് യഥാർത്ഥത്തിൽ കൊണ്ടകെട്ടി. അതൊരു വനദേവതയായിട്ടാണ് സാങ്കല്പികം. തലയെടുപ്പോടുകൂടി പ്രൗഢിയോടെ തലമുടി വാരിപ്പിടിച്ച് തലയെ കെട്ടിവയ്ക്കുന്ന ആ കെട്ടിനെയാണ് കൊണ്ടകെട്ടി എന്ന് പറയുന്നത്. അത്രയും ആദ്യത്തോടെ തല ഉയർത്തി നിൽക്കുന്ന ഒരു ദേവത തന്നെയാണ് കൊണ്ടകെട്ടി. അത് ഈ കാണുമ്പോൾ തന്നെ അറിയാം. അത് നിങ്ങൾ എന്തെങ്കിലും ഇവിടെ വന്ന് തന്നെ അത് കാണണം. അത് നേരിട്ട് കണ്ട് തന്നെ മനസ്സിലാക്കേണ്ടത് കാഴ്ചയാണ്.
ഇവിടെ കൊണ്ടകെട്ടിയുടെ മുകളിൽ പോയി യാതൊരു വഴിയുമില്ല. അതുവഴി ഒരു ചെറിയ ഇപ്പോഴാണ്ട് തെളിച്ച ഒരു തടം വെട്ടിവിട്ടേക്കുന്നു. അത് മാത്രമേ ഉള്ളൂ, ഒരു വഴിയുണ്ട്. അത് അതിൻ്റെ മുകളിൽ പോകുമെന്ന് വെച്ചാൽ അത് അറിയത്തുമില്ല. നമ്മൾ ഇതിൻ്റെ മുകളിൽ, ഈ മലയുടെ മുകളിൽ പോയി നോക്കിയായിരിക്കും അങ്ങനെ ഒരു വഴി കാണാനുമില്ല. കൊണ്ടകെട്ടി പോകണമെന്ന് പറഞ്ഞാണ് ഇഷ്ടത്തോടെ വന്നത്. പക്ഷേ കൊണ്ടകെട്ടി പോകാൻ യാതൊരു മാർഗവുമില്ല. ഇവിടെ ഉള്ളവർ തന്നെ ചോദിച്ചാലും പലരും പല വഴിയാണ് പറയുന്നത്. കൊണ്ടകെട്ടി എങ്ങനെ പോകുമെന്ന് വെച്ചാൽ യാതൊരു ധാരണയില്ല. ഇവിടെ അതിശക്തമായ കാറ്റാണ്. അതിശക്തമായ കാറ്റെന്ന് പറയാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഭയങ്കര കാറ്റ്. നമ്മളൊരു വശത്തുകൂടി ചരിഞ്ഞാണ് നടക്കുന്നത്. അല്ലെങ്കിൽ നമ്മളെ പറപ്പിച്ചുകൊണ്ട് പോകുന്നൊരു കാറ്റാണ്. കൊണ്ടകെട്ടി കയറാത്തതുകൊണ്ട് ഒരു നിരാശ തന്നെയാണ്. കാരണം അത്രയും ആഗ്രഹത്തോടെ വന്നതാണ് ഈ കൊണ്ടകെട്ടി കയറുക എന്നത്. ഈ കൊണ്ടകെട്ടി അപ്പുറത്ത് വില്ലൂന്ന് മലയും തെക്കപ്പുറത്ത് മലയും കയറിയപ്പോഴൊക്കെ തൊണ്ട ഇടാറ്. വില്ലൂന്ന് മലയും കുരിശ് മലയൊക്കെ കയറിയപ്പോഴൊക്കെ ഞാൻ വിചാരിച്ച് ഈ കൊണ്ടകെട്ടി കയറാന്ന്. പക്ഷേ ദൂരെ നിന്ന് കാണാൻ മാത്രമേ പറ്റൂ. അത്രയ്ക്കും ആകാരമായി. അതോ ഇവിടെ കയറണ്ട എന്നാണോ എന്നും അതും അറിയില്ല. ഇവിടെ കയറി വന്നപ്പോഴാണ് ഇവിടെ ഒരു നല്ലോണം വഴി തെളിഞ്ഞിടക്കുന്നത്. അത് തേക്ക് പാറ വഴി വരുമ്പം ഉള്ള വഴിയാണിത്. ഞാൻ എൻ്റെ ഒരു ഊഹം വെച്ച് പറയുന്നതാണ്. നമ്മൾ തേക്ക് പാറ സൈഡിൽ കൂടെയാണ് വന്നത്. അപ്പോൾ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതുവഴിയാണ് വഴി, നല്ല വഴി സൗകര്യം ഉണ്ടെന്ന്. ഇവിടെ എന്തൊക്കെ പറഞ്ഞാലും ഇവിടെ നിന്നുള്ള കാഴ്ചകൾ കോനിച്ച മലയുടെ വീഡിയോ എന്ന് വൈൻഡപ്പ് ചെയ്യുകയാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് കൊണ്ടാട്ടി മലയുടെ ഉച്ചിയിലാണ്.